Hello friends. Public Works Department Assistant Engineer Electronics notification published already this tastile apply apply post apply last date June 19. So, we have uploaded videos on our channel. If you have a doubt, this exam is a doubt. So, clarification in this video present. നമുക്ക് ആദ്യമായിട്ട് എത്തിച്ചേരുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് ഈ നോട്ടിഫിക്കേഷൻ ലാസ്റ്റ് വിളിച്ചത് 2013 2013 ഇലക്ട്രോണിക്സിലേക്കുള്ള ഈ അസിസ്റ്റന്റ് ഇലക്ട്രോണിക്സിന്റെ നോട്ടിഫിക്കേഷൻ വിളിച്ചതിന് ശേഷം എക്സാം നടത്തി റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 2017 നമുക്കറിയാം ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നതിന് ശേഷം 3 വർഷമാണ് നമുക്ക് മാക്സിമം കാലാവധി ലഭിക്കുക. ഇപ്പോൾ 2020 ഈ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആയതാണ്. ഇപ്പോൾ നിലവിൽ ഈ റാങ്ക് ലിസ്റ്റ് ഇല്ല. അത് മാത്രമല്ല ഇപ്പോൾ വന്ന പുതിയ നോട്ടിഫിക്കേഷനകത്ത് 2 വേക്കൻസിയാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ടൈമിൽ നിലവിലുള്ളത്. ഇപ്പോൾ ആ പഴയ റാങ്ക് ലിസ്റ്റ് നിലവിലില്ല. അതുപോലെ തന്നെ ഇപ്പോൾ 2 വേക്കൻസിയും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ PSC നമുക്കറിയാം കഴിഞ്ഞ വർഷം ഒരു കാലണ്ടർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു വർഷത്തേക്കുള്ള എക്സാമുകളുടെ ഡീറ്റെയിൽസിൻ്റെ ഒരു ഷെഡ്യൂളായിരുന്നു ആ കലണ്ടറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതാണ് ഉദ്യോഗാർത്ഥികൾക്കിടെ ഒരു ഡൗട്ട് ഉള്ളത്. കാര്യം ഇനിയുള്ള പുതിയ എക്സാമുകൾ ഈ വർഷം തന്നെ ഉണ്ടാകാനുള്ളൊരു സാധ്യത ഉണ്ടോ എന്നുള്ളൊരു ഡൗട്ടാണ് മെയിനായിട്ട് ഉദ്യോഗാർത്ഥികൾക്കിടെ ഉള്ളത്. അപ്പോൾ അതിനൊരു മറുപടി ഞാൻ പറയാം. PSC ഈ കലണ്ടർ പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് അവരൊരു PSC കമ്മീഷൻ്റെ ഒരു മീറ്റിംഗ് നടന്നതിന് ശേഷം അതിൻ്റെ ഒരു യോഗ തീരുമാനം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് 2024 പരീക്ഷകളുടെ വാർഷിക കലണ്ടർ ജനുവരി 1 പ്രസിദ്ധീകരിച്ചതിന് ശേഷം 2024 വിജ്ഞാപനം ചെയ്യുന്ന തസ്തികകളുടെ പരീക്ഷകൾ കമ്മീഷൻ നിശ്ചയിക്കുന്ന മുറയ്ക്ക് കലണ്ടറിൽ ഉൾപ്പെടുത്തും. അതായത് 2024 വരുന്ന വിജ്ഞാപനങ്ങളും കമ്മീഷൻ്റെ ഡിസിഷൻ അനുസരിച്ച് ഈ കലണ്ടറിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ കലണ്ടർ പബ്ലിഷ് ചെയ്യാനായിട്ടുള്ള ഒരു നീക്കമുണ്ട്. സോ ഈ എക്സാം നമുക്ക് ഈ വർഷം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം നിലവിൽ 2 വേക്കൻസി ഉണ്ട്. അതുപോലെ തന്നെ പഴയ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആയ ഒരു സാഹചര്യത്തിൽ ഈ എക്സാം നമുക്ക് ഈ വർഷം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. മാത്രമല്ല ഇപ്പോൾ 2 വേക്കൻസിയാണ് നോട്ടിഫിക്കേഷൻ ടൈമിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളാരും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. കാര്യം നമുക്കറിയാം ഒരു റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം 3 വർഷമാണ് അതിൻ്റെ കാലാവധി വരുന്നത്. അപ്പോൾ ഈ ഒരു കാലാവധിക്കുള്ളിൽ ഇനിയും കൂടുതൽ വേക്കൻസികൾ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. നിങ്ങൾ എന്തായാലും നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ്. അപ്പോൾ നിങ്ങളുടെ സംശയത്തിനുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ലഭിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വർഷം തന്നെ നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം. ഏത് നിമിഷവും പുതിയൊരു കലണ്ടർ പബ്ലിഷ് ചെയ്ത് എക്സാം ഒരു 4-5 മാസങ്ങൾക്കുള്ളിൽ തന്നെ വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോവുക. അതുപോലെ തന്നെ നമ്മുടെ ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഇക്വലൻ ക്വാളിഫിക്കേഷൻ ബന്ധപ്പെട്ട കുറച്ച് വിദ്യാർത്ഥികൾ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലിയർ ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങളിപ്പം ചെയ്യേണ്ടത് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സിലബസ് നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചിട്ട് ഓരോ മൊഡ്യൂളിൽ നിന്നും മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് അത് സിലബസ് ഒന്ന് കവർ ചെയ്ത് തീർക്കുക. കാര്യം നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ജൂൺ 19 നിങ്ങൾക്ക് അപ്ലൈ ഉള്ളൊരു ഡേറ്റ് ഉണ്ട്. PSCയുടെ ഒരു പുതിയ ട്രെൻഡ് അനുസരിച്ച് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം 6-7 മാസങ്ങൾക്കുള്ളിൽ തന്നെ എക്സാം കണ്ടക്ട് ചെയ്യാറുണ്ട്. അതെന്തും ആയിക്കോട്ടെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോവുക. കാര്യം ഇപ്പോൾ ഈ കിട്ടിയ ഈ ഒരു സമയം നിങ്ങൾ മാക്സിമം ഒരു 4 മണിക്കൂർ പ്രയോജനപ്പെടുത്തി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോവുക. നിങ്ങൾ ഒരു മൊഡ്യൂൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊരു നോട്ട്ബുക്കിൽ നോട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ റിവിഷൻ ടൈമിൽ ആ ഡൗട്ട്സ് നിങ്ങൾ ക്ലാരിഫൈ ചെയ്യാനായിട്ട് പല സോഴ്സുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ANS അക്കാദമി അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് തസ്തികയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇൻറ്റൻസീവ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. ഏറ്റവും ബെസ്റ്റ് അധ്യാപകർ നയിക്കുന്ന ക്ലാസ്സുകളായിരിക്കും ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുക. നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള സിലബസ് ഓർഡറിലായിരിക്കും നിങ്ങളുടെ ക്ലാസ് ലഭിക്കുക. അത് മാത്രമല്ല നമ്മൾ തയ്യാറാക്കിയ കസ്റ്റമൈസ്ഡ് സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്തിട്ടാണ് ഓരോ ദിവസവും നമ്മൾ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ദിവസം എന്തൊക്കെയാണ് പഠിച്ചു പോകേണ്ടത്, അതായത് ഒരു ദിവസം നിങ്ങൾ എത്ര മണിക്കൂർ പഠിക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ആ സ്റ്റഡി പ്ലാനിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് നിങ്ങൾ പഠിച്ചു പോവുക. അപ്പം കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് എക്സാമിന് മുമ്പായിട്ട് തന്നെ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഓരോ മൊഡ്യൂളിൽ നിന്നും മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അവസരം ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മാത്രമല്ല എക്സാം എന്നാണോ ഡിക്ലെയർ ചെയ്യുന്നത് അന്ന് വരെ നിങ്ങൾക്ക് ഗൈഡൻസിനായിട്ട് ഒരു മെൻറ്റർഷിപ്പ് സപ്പോർട്ടും ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ അതേ മെൻറ്റാലിറ്റി ഉള്ള, അതായത് കോമ്പറ്റീറ്റീവ് മൈൻഡുള്ള ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ചേരുന്ന ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോമായ വാട്സപ്പ് കമ്മ്യൂണിറ്റിയും ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ നിങ്ങൾക്കായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഈ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ മാത്രം മതിയാവും. ഇനി വരും ദിവസങ്ങളിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഈ തസ്തികയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസിൻ്റെ താഴെ നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഗുഡ് ബൈ.